എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കർ അടുത്ത് ചർച്ചയ്ക്ക് പോയെന്നറിയോ? ലാവ്ലിൻ കേസ് പിൻവലിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ എന്ന് ദല്ലാൽ നന്ദകുമാർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ തലയാട്ടിയിട്ടൊന്നും കാര്യമില്ല. നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. നന്ദകുമാർ എന്താ പറഞ്ഞതയോ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ. അതായത് ജയരാജൻ, ഞാൻ, ജാവേദ്കർ ഞങ്ങളുടെ മീറ്റിംഗ്, കണ്ടീഷൻ 1 SNC ലാവ്ലിൻ കൺസീഡ്സ്, അതർ മാറ്റേഴ്സ് ക്ലോസ്ഡ്, 2026 LDF കംബാക്ക്. ഇത് മൂന്നുമാണ് ഞങ്ങളുടെ കണ്ടീഷനെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 3 പേരും ചർച്ച ചെയ്തത് എന്നും ദല്ലാൽ നന്ദകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് നിഷേധിക്കാനുള്ള നട്ടല്, സ്പൈൻ അത് ജയരാജനുണ്ടോ? ജയരാജൻ ഒരു വാക്കുകൊണ്ട് നന്ദകുമാറിനെതിരെ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നന്ദകുമാർ എന്താ പറയുന്നറിയോ? ഞാൻ പിന്നെ പറയേണ്ടി വരുമെന്ന്. ജയരാജ, നിങ്ങൾക്ക് നീരുവീഴ്ച ഉണ്ടാക്കരുത് എന്ന് ദല്ലാൽ എന്ന് പറഞ്ഞ ഒരു ഇടനിലക്കാരൻ വന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളായി. അതിനെ ചെറുക്കാനുള്ള നട്ടൽ ഇയാൾക്കില്ലെന്നും മാത്രമല്ല, ജാവേദ്കറുമായിട്ട് കണ്ണിക്കണ്ട സ്ഥലങ്ങളിൽ മുഴുവൻ പോയി ചർച്ച ചെയ്ത EP ജയരാജന് ക്ലീൻ ചിറ്റ് CPM കൊടുത്തിട്ടുണ്ടെങ്കിൽ EP ജയരാജൻ വാ തുറന്നാൽ CPM കത്തിപ്പോകും എന്ന് CPM നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ജയരാജന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ ഇവിടെ ദല്ലാൽ നന്ദകുമാറിന്റെ ചവിട്ടടിയിൽ കിടക്കുകയാണ് CPM. ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ് എന്തിനെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ CPM? ഏതെങ്കിലും കാര്യത്തിനെ നിഷേധിക്കാൻ ഈ 35,000 ബ്രാഞ്ചുള്ള ഈ CPMന് കഴിയില്ല. കാരണം ഈ പാർട്ടിക്ക് വേണ്ടി ദല്ലാൽ നന്ദകുമാർ വഴി എന്തൊക്കെയാണ് ചെയ്തതെന്ന് EP ജയരാജൻ അറിയാം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ദല്ലാൽ നന്ദകുമാറിന്റെ പത്രസമ്മേളനം കേട്ടോന്നറിയില്ല. 2004 നിങ്ങൾ കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം നിരീക്ഷകൻ. 2004 ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ മൂവാറ്റുപുഴയിൽ അന്ന് BJPയുടെ സഖ്യകക്ഷിയായിരുന്ന PC തോമസിനെ ജയിപ്പിക്കാൻ ഒരു അപ്രസക്തനായ മുസ്ലിം സ്ഥാനാർത്ഥിയെ പിണറായി വിജയൻ നിർത്തിക്കൊടുത്തു എന്നൊരു ആക്ഷേപം കൂടെ നന്ദകുമാർ ഉന്നയിച്ചിട്ടുണ്ട്. PM ഇസ്മായിൽ. അങ്ങനെ ഇസ്മായിലിനെ അവിടെ നിർത്തി 500 വോട്ടിന് ജയിപ്പിച്ചു എന്ന് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട്. എന്താ നന്ദകുമാർ പറഞ്ഞതറിയാമോ? കോലഞ്ചേരി പിതാവ് ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പിണറായി വിജയൻ എടുത്ത് കൊടുത്തു. എന്തിന്? LDF സ്ഥാനാർത്ഥിയായി മൂവാറ്റുപുഴയിൽ നിർത്താൻ. പിണറായി വിജയൻ അത് മാറ്റിവെച്ചിട്ട് ആ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലത്തിൽ സ്വതവേ ദുർബലനായ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊടുത്തെന്നും അയാൾ 500 വോട്ടിന് ജയിച്ചെന്നും അന്നതിന് ഇടനില നിന്നത് താനായിരുന്നുവെന്നും ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഒരു നിഷേധം CPMന്റെ ഭാഗത്ത് വന്നിട്ടുണ്ടോ? 2004 കാര്യമാണ് ഞാൻ പറഞ്ഞത്, 20 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് അതിന് ഇടനില നിന്ന് താനാണെന്നാണ് അയാൾ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നിർഭാഗ്യവശാൽ ഈ ഇടത് നിരീക്ഷകന്റെ കാലത്തെ പാർട്ടി CPM എന്ന് പറഞ്ഞ പാർട്ടി ദല്ലാൽ നന്ദകുമാറിന്റെ ചവിട്ടടിയിൽ കിടക്കുന്ന പാർട്ടിയാണെന്നും ദല്ലാൽ നന്ദകുമാറിനെ നെഞ്ചുവിരിച്ച് എതിർക്കാനുള്ള കപ്പാസിറ്റി ഈ പാർട്ടിക്ക് ഇല്ലെന്നും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനത്തോടുകൂടി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിഞ്ഞു കഴിഞ്ഞു.